ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. സാംസങ്ങിൻ്റെ ഒരു ഫോൺ വേണം. നമുക്ക് 11,000, 12,000, 13,000 റേഞ്ചിലൊക്കെ ഒരു സാംസങ് ഫോൺ വേണം. അതിനകത്ത് നല്ല ഹെവി ബാറ്ററി, 6000 mAh ബാറ്ററി വേണം, നല്ലൊരു ക്യാമറ വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിഗണിക്കാൻ പറ്റിയൊരു പുതിയ ഫോണാണ് ഈ ഗാലക്സി S70e എന്ന് പറയുന്ന സാംസങ്ങിൻ്റെ പുതിയ മോഡൽ. ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം, കണ്ടു നോക്കൂ. നമുക്കിത് വന്നിരിക്കുന്ന ഒരു സ്പെഷ്യൽ ബോക്സിലാണ് കേട്ടോ. ജസ്റ്റ് ഇതാ ഈ ഒരു ബോക്സ് നമുക്ക് രണ്ട് സൈഡിലേക്കായിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഫെയിം അപ്പം എന്ന് എഴുതിയ ഭാഗത്ത് അങ്ങനെ തുറന്നങ്ങ് വരുമ്പോൾ ഫോൺ അതിനകത്ത് അങ്ങനെ പൊന്തി വരുന്നത് കാണാം. നൈസായിട്ടില്ല സംഭവം. എന്തായാലും ഒരു വെറൈറ്റി അൺബോക്സിങ് എക്സ്പീരിയൻസ് ആയി. പിന്നെ ഒരു കാര്യം, ഈ ഒരു ബോക്സ് നമ്മൾ ക്രിയേറ്റേഴ്സിന് വന്നിട്ടുള്ള ഒരു മീഡിയ കിറ്റ് പോലത്തെ ഒരു സംഭവമാണ്. നിങ്ങൾക്ക് സാധാരണ ബോക്സിലായിരിക്കും കിട്ടുക എന്നുള്ളതൊന്ന് അറിഞ്ഞിരുന്നോളൂ കേട്ടോ. അപ്പോൾ ഈ ബോക്സ് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഫോൺ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. സോ ഈ ഒരു ഫോണിൻ്റെ ഡിസൈൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഒരു ചെറിയ ലെതർ ടൈപ്പ് ഡിസൈനാണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. ഒരു ബോക്സി ഷേപ്പിലുള്ള ഫോണൊക്കെയാണ്. ഇതിൻ്റെ മെയിൻ ഘടകം എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു ക്യാമറയുണ്ട്. കാരണം 11,900 നിങ്ങൾക്ക് ഇത് ഫസ്റ്റ് ഡേയിൽ വാങ്ങിക്കാൻ പറ്റും. ആ ഒരു പ്രൈസിന് ഒരു ക്യാമറ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ലത് കിട്ടാൻ ഇത്തിരി പാടാണ്. ഇതിൻ്റെ ക്യാമറ സാമ്പിൾസ് ഒന്ന് കണ്ടു നോക്കിയേ. 50 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറയുടെ ഇമേജുകളാണ് വരുന്നത്. 2 മെഗാപിക്സലിൻ്റെ ഡെപ്ത് ക്യാമറ ഉണ്ട്, 8 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയുമാണ് വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ഫോട്ടോസ് നമുക്ക് ഇതിൻ്റെ മെയിൻ ക്യാമറയിൽ കിട്ടുന്നുണ്ട്. 2MP ഡെപ്ത് ക്യാമറ പോർട്രേറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് പറയുന്നത്. പോർട്രേറ്റ് ഇമേജുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, അത്യാവശ്യം നന്നായിട്ടുണ്ട്. 8MP ആണ് സെൽഫി ക്യാമറ, അതിൻ്റെ ഇമേജ് ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതിനകത്ത് ഓട്ടോമാറ്റിക് സീൻ ഡിറ്റക്ഷൻ, സീൻ ഒപ്റ്റിമൈസർ തുടങ്ങിയ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഈ ഫോട്ടോസ് ലാൻഡ്സ്കേപ്പ് ഒക്കെ എടുക്കുമ്പോൾ നല്ല ഭംഗിയിൽ വരുന്നതെന്നാണ് പറയുന്നത്. പിന്നെ നൈറ്റ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. അത്യാവശ്യം നല്ല ആർട്ടിഫിഷ്യൽ ലൈറ്റ് ഫോട്ടോസൊക്കെ നമുക്ക് എടുക്കാം. ഞാനിവിടെ ആർട്ടിഫിഷ്യൽ ലൈറ്റിൽ എടുത്ത ഫോട്ടോസ്, നൈറ്റ് ഫോട്ടോസൊക്കെ കാണിക്കുന്നുണ്ട്. എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾ പറയാം. പിന്നെ ഇതിൻ്റെ വീഡിയോ സാമ്പിൾ അത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഫുൾ HD വീഡിയോ റെക്കോർഡിംഗ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. അതിൻ്റെ സാമ്പിളാണ് ഈ കാണുന്നത്. ഡേ ലൈറ്റിലും ആർട്ടിഫിഷ്യൽ ലൈറ്റിലും നിന്നുള്ള വീഡിയോസൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. സെൽഫി ക്യാമറയുടെ വീഡിയോ ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാം. എല്ലാ ലൈറ്റിംഗ് കണ്ടീഷനിലും ഞാൻ കാണിക്കുന്നുണ്ട്. സോ അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ക്യാമറ. വീഡിയോയിലേക്ക് വരുമ്പോൾ ആകെ ഒരു പ്രശ്നം ഞാൻ കണ്ടത് സ്റ്റെബിലൈസേഷൻ തീരെ ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഉണ്ടായിരുന്നെങ്കിൽ ഒന്നുകൂടി നന്നായേനെ. പക്ഷെ അത് മിസ്സിംഗ് ആണ്. അതൊന്ന് പ്രത്യേകം ഓർത്ത് വെച്ചോളൂ. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് ക്യാമറയാണ്. രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് നല്ലൊരു ബാറ്ററി ഉണ്ടെന്നുള്ളതാണ്. 6000 mAhന്റെ ഒരു മാസീവ് ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. 25 വാട്ടിനെയാണ് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് വരുന്നത്. ചാർജർ ബോക്സിൽ ഉണ്ടാവില്ല, അത് നിങ്ങൾ സെപ്പറേറ്റ് വാങ്ങിക്കണം. One UI 8ന്റെ ഭാഗമായിട്ട് നമുക്ക് ഒരുപാട് സ്മാർട്ട് ബാറ്ററി ഒപ്റ്റിമൈസേഷൻ ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. അതായത് ബാറ്ററി പ്രൊട്ടക്ഷൻ എന്ന സെറ്റിംഗ്സിനകത്ത് ഓപ്ഷൻ നിങ്ങൾക്ക് എനേബിൾ ചെയ്യാം. 90-95% ഒക്കെ ഒരു ലിമിറ്റ് വെക്കാം. എപ്പോഴും ഫുള്ളായിട്ട് ചാർജ് ആവാണ്ട് അങ്ങനെ ഒരു ലിമിറ്റ് ഒക്കെ വെച്ച് ചാർജ് ചെയ്യാൻ പറ്റും. അതിലൂടെ ബാറ്ററി കുറച്ച് ലോങ് ടൈം ലൈഫ് കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നുള്ളതാണ്. പിന്നെ അഡാപ്റ്റീവ് ബാറ്ററി സെറ്റപ്പ് വരുന്നുണ്ട്. അതായത് നമുക്ക് നമ്മൾ അൺയൂസ്ഡ് ആയിട്ടുള്ള ആപ്പും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതൊക്കെ ഡീപ്പ് സ്ലീപ്പ് മോഡിലേക്കൊക്കെ ഇട്ടുകൊണ്ട് ബാറ്ററി സേവ് ചെയ്യുന്ന പരിപാടി, പിന്നെ നമ്മുടെ യൂസേജിനനുസരിച്ച് ബാറ്ററി അഡ്ജസ്റ്റ് ചെയ്യുന്ന പരിപാടി, അതൊക്കെ നമുക്ക് ഈ അഡാപ്റ്റീവ് ബാറ്ററിയുടെ ഭാഗത്ത് വരും. സോ അപ്പോൾ അങ്ങനെ ബാറ്ററി ഒപ്റ്റിമൈസേഷൻ നന്നായിട്ട് ചെയ്തിട്ടുള്ളത് കൊണ്ട് നല്ല ബാറ്ററി ലൈഫ് കിട്ടുമെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അതായത് 26 അവറിൻ്റെ ഒരു വീഡിയോ പ്ലേബാക്കും, 13 അവറിൻ്റെ ഒരു ഗെയിമിങ്ങും കാര്യങ്ങളും, പിന്നെ 1 month വരെ സ്റ്റാൻഡ് ബൈ ഇരിക്കും എന്നൊക്കെയാണ് പറയുന്നത്. സോ അപ്പോൾ നല്ലൊരു ബാറ്ററി സെറ്റപ്പ് ഈ ഒരു ഫോണിൻ്റെ ഘടകമാണ്. സോ ഇത് രണ്ടുമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട അട്രാക്ഷൻ തോന്നിയ രണ്ട് കാര്യങ്ങൾ. ഇനി ഈ ഫോണിൻ്റെ ഡിസൈൻ അത്യാവശ്യം ലൈറ്റ് വെയിറ്റും കംഫർട്ടുമായ ഡിസൈനാണ്. 6000 mAh ബാറ്ററി ഉണ്ടായിട്ടും 8.2 mm ഡീസൻ്റ് ആയിട്ടുള്ള ഒരു തിക്നെസ് ആണ്. 200 ഗ്രാമിൻ്റെ വെയിറ്റൊക്കെ വരുന്നുള്ളൂ. സോ സിമ്പിളായിട്ട് കൊണ്ട് നടക്കാം. 2 കളറിലാണ് വരുന്നത്, ലൈം ലൈറ്റ് ഗ്രീൻ, അതേപോലെ സ്പോട്ട് ലൈറ്റ് ബ്ലൂ. സെഗ്മെന്റ് ഓൺലി ലെതർ പാറ്റേൺ ഒരു ഫിനിഷ് ആണെന്നാണ് പറയുന്നത്. പിന്നെ റൈറ്റ് സൈഡിൽ കീ ഐലൻഡ് ഡിസൈൻ വരുന്നുണ്ട്. ഐലൻഡ് ലേശം പൊന്തി നിൽക്കുന്നുണ്ട്. ആ കീയുടെ ഭാഗമൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. താഴെ 3.5mm ജാക്ക്, മെയിൻ മൈക്രോഫോൺ, ടൈപ്പ് സി പോർട്ട്, സ്പീക്കർ ഗില്ല്. റൈറ്റ് സൈഡിലാണ് പവർ ബട്ടണും വോളിയം ബട്ടണും. ഈ പറഞ്ഞ ഐലൻഡ് ഡിസൈനിൽ അതിൽ ഫിംഗർ പ്രിന്റ് സെൻസർ ഇൻറ്റഗ്രേറ്റഡ് ആണ്. ഇവിടെ കാണാം, ലാഗ് ഒന്നുമില്ല, നൈസായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ടോപ്പിൽ സെക്കൻഡറി നോയ്സ് ക്യാൻസലിംഗ് മൈക്രോഫോൺ ആണ്. ലെഫ്റ്റ് സൈഡിൽ സിം ട്രേ. ഹൈബ്രിഡ് സിം സ്ലോട്ടാണ്. 2 സിം അല്ലെങ്കിൽ ഒരു സിം മെമ്മറി കാർഡ് എന്ന രീതിയിൽ ഉപയോഗിക്കാം. സൗണ്ട് നോക്കിയാൽ സിംഗിൾ സ്പീക്കറാണ് വരുന്നത്. സൗണ്ട് ക്വാളിറ്റി ഞാൻ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാം. അത്യാവശ്യം ലൗഡായ ക്ലിയറായ നല്ല സൗണ്ടും ഉണ്ട്. പിന്നെ IP54 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻസും വരുന്നുണ്ട്. അത്യാവശ്യം സേഫ് ആണെന്ന് അർത്ഥം. സോ അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓവറോൾ ഡിസൈൻ വരുന്നത്. ഫ്രണ്ട് ഡിസ്പ്ലേ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഒരു ചെറിയ ഇൻഫിനിറ്റി U ഡിസ്പ്ലേ ആണ് വരുന്നത്. 6.7 ഇഞ്ച് വരുന്ന HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. സെഗ്മെന്റ് ബെസ്റ്റ് ആയിട്ടുള്ള 120 Hz റിഫ്രഷ് റേറ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് അഡാപ്റ്റീവ് ബ്രൈറ്റ്നസ് 800 nits വരെ കൊടുത്തിട്ടുണ്ട്. ഐ കംഫർട്ട് ഷീൽഡ്, ബ്ലൂ ലൈറ്റ് റെഡ്യൂസ് ചെയ്യുന്ന പരിപാടി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓവറോൾ ഡിസ്പ്ലേ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. വീഡിയോസൊക്കെ ഞാൻ പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ പെർഫോമൻസ് നോക്കിയാൽ Dimensity 6300 എന്ന് പറയുന്ന പ്രോസറാണ്. ഞാൻ ആപ്പുകളൊക്കെ ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്ത് കാണിക്കുന്നുണ്ട്. റീസെൻറ്റ് ടാബ് എല്ലാ ഭാഗങ്ങളും ഞാൻ കാണിക്കുന്നുണ്ട്. LPDDR4X റാമും UFS 2.2 സ്റ്റോറേജുമാണ്. അതൊക്കെ ഈ ഒരു പ്രൈസിന് കണ്ടുവരുന്ന നല്ല സെറ്റപ്പ് തന്നെയാണ്. എന്തായാലും ഫോൺ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളൂ. നമ്മൾ ജസ്റ്റ് അൺബോക്സ് ചെയ്ത് നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾ പറയാം. പിന്നെ കുറേ AI ഫീച്ചേഴ്സ്. ഒന്ന് ബേസിക് ആയിട്ട് നമ്മുടെ സർക്കിൾ സെർച്ച് ഒക്കെ ഇതിനകത്ത് ഉണ്ട്. ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സർക്കിൾ ചെയ്തുകൊണ്ട് എന്ത് വേണമെങ്കിലും സെർച്ച് ചെയ്യാം. ഈസിയാണ്. ജെമിനൈ കൃത്യമായിട്ട് വരുന്നുണ്ട്. നമ്മൾ സൈഡ് ബട്ടൺ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്താൽ മതി. താഴെ നിന്ന് ജെമിനൈ പൊന്തി വന്നോളും. ജെമിനൈ
ലൈവ് അടക്കം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ കോളൊക്കെ ചെയ്യുമ്പോൾ വോയിസ് ഫോക്കസ് വരുന്നുണ്ട്. നമ്മൾ എസ്റ്റിമേറ്റ് കോൾ ചെയ്യുന്ന നേരത്ത് നമ്മൾ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് നമ്മൾ പറയുന്ന കാര്യം കുറച്ചും കൂടി ക്ലിയർ ആയി കേൾക്കാൻ വേണ്ടി ബാക്ക്ഗ്രൗണ്ട് നോയ്സ് കുറയ്ക്കുന്ന പരിപാടിയാണ്. ചെറിയൊരു ഡെമോ കാണിച്ചു തരാം. റോഡിന്റെ സൗണ്ട് എന്തോരം കേൾക്കുന്നുണ്ടെന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് വോയിസ് ഫോക്കസ് ഓഫ് ചെയ്തിട്ടുള്ള ഒരു അവസ്ഥയാണ്. വോയിസ് ഫോക്കസ് നമ്മൾ ഓൺ ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇപ്പോൾ വോയിസ് ഫോക്കസ് ഓൺ ആണ്. എന്താണ് ഇതിൻ്റെ ഒരു ക്വാളിറ്റി വ്യത്യാസം എന്നുള്ളത് നോക്കുക. നിങ്ങൾക്ക് എത്രത്തോളം യൂസ്ഫുൾ ആണെന്നുള്ളത് നിങ്ങൾ തന്നെ പറയുക. അപ്പോൾ അങ്ങനെയുള്ള വോയിസ് ഫോക്കസ് പോലുള്ള ഫീച്ചറൊക്കെ വരുന്നുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപയോഗിച്ച് നോക്കാം. പിന്നെ 1UI8 നമുക്കറിയാമല്ലോ, അതിനകത്ത് കുറേ ഫീച്ചറുകളുണ്ട് കേട്ടോ. അതായത് നൗ ബാർ, നമ്മൾ എന്തെങ്കിലും ടൈമറോ റിമൈൻഡറോ അല്ലെങ്കിൽ എന്തെങ്കിലും നോട്ടിഫിക്കേഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ നൗ ബാറിൻ്റെ ഭാഗത്ത് ഇങ്ങനെ വന്ന് കിടക്കും. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഒന്നിലധികം ആപ്പുകളുടെ നോട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അതിങ്ങനെ സ്റ്റെപ്പായിട്ട് കിടക്കുന്ന പരിപാടിയുണ്ട്. ലൈവ് നോട്ടിഫിക്കേഷനൊക്കെ മുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ടാപ്പ് ചെയ്താൽ അത് പൊന്തി വരുന്ന പരിപാടിയൊക്കെ ഉണ്ട്. പിന്നെ ലാർജ് ഫോൾഡർ, അതായത് ഫോൾഡർ നമുക്ക് ഇതുപോലെ ലാർജ് ആക്കി വെക്കാം. അപ്പോൾ നമുക്ക് ആപ്പുകൾ ഡയറക്റ്റ് ആയിട്ട് ഓപ്പൺ ചെയ്യാം. നമ്മൾ ഫോൾഡർ ഓപ്പൺ ചെയ്തിട്ട് ആപ്പ് ഓപ്പൺ ചെയ്യാൻ നിൽക്കണ്ട, ഈസി ആക്സസ്. പിന്നെ സാംസങ്ങിന്റെ നോക്സ് വോൾട്ട് സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സെക്യൂർ ഫോൾഡർ ഓപ്ഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. സാംസങ് വാലറ്റും വരുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ UPI ഒക്കെ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് വെച്ചിട്ട് ഫിംഗർ പ്രിന്റ് വെച്ച് പേയ്മെന്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ പാസ്വേഡ് എപ്പോഴും അടിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ പാസ്വേഡ് ലീക്ക് ആവുന്ന അവസ്ഥയൊന്നുമില്ല. സിമ്പിളായിട്ട് ഫിംഗർ പ്രിന്റ് വെച്ചുകൊണ്ട് പേയ്മെന്റുകൾ നടത്താൻ പറ്റും. സാംസങ് വാലറ്റിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ ഓട്ടോ ബ്ലോക്കർ പ്രൊട്ടക്ഷൻ സിസ്റ്റം ഒക്കെ വരുന്നുണ്ട്. അതായത് നമ്മുടെ പെർമിഷൻ ഇല്ലാണ്ട് വേറെ ആപ്പൊന്നും ഇടയിൽ കയറി ഇൻസ്റ്റാൾ ആവില്ല. അതിനുള്ള ഓട്ടോ ബ്ലോക്കർ സംവിധാനമൊക്കെ ഉണ്ട് ഇതിനകത്ത്. പിന്നെ നെറ്റ്വർക്ക് കണക്ടിവിറ്റി പോലുള്ള കാര്യങ്ങൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് 5G ബാൻഡുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ആ ഭാഗത്ത് ടെൻഷൻ വേണ്ട. Wi-Fi 5 ആണ് വരുന്നത്, ബ്ലൂടൂത്ത് 5.3 ആണ് വരുന്നത്. സോ അപ്പോൾ അങ്ങനെയാണ് മൊത്തത്തിൽ ഈ ഒരു ഫോണിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഈ ഒരു പ്രൈസിന്, അതായത് ഇതിൻ്റെ സെയിൽ വരുന്നത് 17-ാം തീയതിയാണ്. നമുക്ക് ആ ഒരു ഡേറ്റിൽ 17-ാം തീയതിയിൽ വന്നിട്ട് 11,990 ഈ ഫോൺ കിട്ടും. സോ അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ അൺബോക്സിംഗ് ആൻഡ് ഇനീഷ്യൽ ഇംപ്രഷനാണ് നിങ്ങളിവിടെ കണ്ടത്. ഫ്ലിപ്കാർട്ടിലാണ് ഇത് അവൈലബിൾ ആവുക. ഫ്ലിപ്കാർട്ടിൽ കയറിയിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. സോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയർ ചെയ്യാൻ മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം.